അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരീക്ഷാകാലങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിരവധി വിദ്യാർത്ഥികൾ വിവിധ തരം പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പരീക്ഷാ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പായിട്ട് വിവിധ ഘട്ടങ്ങളിൽ ചൊല്ലേണ്ട 4 ദിക്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പതിവാക്കിയാൽ തീർച്ചയായിട്ടും ഫലം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരീക്ഷാ ദിവസങ്ങളിൽ പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സ്വിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സ്വിദ്ഖിൻ വഅജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ എന്ന ദിക്ർ ചൊല്ലിയിട്ട് പരീക്ഷാ ഹാളിലേക്ക് കയറുക. പിന്നീട് പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിച്ച് ചോദ്യ പേപ്പർ തുറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ദിക്ർ കൂടി ഉച്ചരിച്ചാൽ നമ്മൾക്ക് ലഭിക്കുന്ന ചോദ്യത്തിൻ്റെ കാര്യത്തിലും നമ്മൾക്ക് എഴുതാനുള്ള ഉത്തരത്തിൻ്റെ കാര്യത്തിലുമെല്ലാം അള്ളാഹുവിൻ്റെ ഒരു സഹായമുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ പരീക്ഷ നന്നായി എഴുതിയതിന് ശേഷം പേപ്പർ തിരികെ നൽകുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ്വാലിഹാത്ത് എന്ന ദിക്ർ കൂടി ചൊല്ലുക. പരീക്ഷ എഴുതുന്ന മുഴുവൻ ആളുകളും 5 വക്ത് നിസ്കാരത്തിന് ശേഷവും അലം നശ്റഹ് സൂറത്ത് പതിവാക്കുക. കാരണം അലം നശ്റഹ് സൂറത്ത് ഓതുന്നതിലൂടെ നമുക്ക് നമ്മുടെ പരീക്ഷകളൊക്കെ എളുപ്പമായി കിട്ടും. ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഫലം ലഭിക്കുന്ന മറ്റൊരു ദിക്റാണ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ മുഹീൻ നുഫൂസി സലാത്തൻ തുസ്ഇദുനാ ബിഹാ ഫീ ജമീഇ ദുറൂസി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നുള്ളത്. തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ അതിനുശേഷവും പരീക്ഷയ്ക്ക് മുമ്പായിട്ട് 4 തവണയും ഈ ദിക്ർ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് പരീക്ഷാ ദിവസങ്ങളിലും പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പായിട്ടുമൊക്കെ ഈ ദിക്റിൻ്റെ കാര്യം മനസ്സിൽ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാവരുടെയും പരീക്ഷയും പരീക്ഷണങ്ങളുമെല്ലാം എളുപ്പമാക്കി തരട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.